നമസ്കാരം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിച്ച നവയുഗയാത്ര, പുതുയുഗയാത്ര തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ജനസമുദ്രമായി മാറുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ലോക്സഭ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ആ ചടങ്ങിന് മാറ്റുകൂട്ടിക്കൊണ്ട് അദ്ദേഹം ചില നിർദ്ദേശങ്ങളും ചില ഓഫറുകളുമാണ് കേരളത്തിലേക്ക് അദ്ദേഹം വച്ചത്. അക്ഷരാർത്ഥത്തിൽ കേരളത്തിൽ വരാനിരിക്കുന്ന അല്ലെങ്കിൽ 2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് UDF അധികാരത്തിൽ വന്നാൽ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു പ്രകടന പത്രികയുടെ ഒരു സംക്ഷിപ്ത രൂപം തന്നെയാണ് രാഹുൽ ഗാന്ധി ഇന്നലെ വി.ഡി. സതീശൻ നയിച്ച പുതുയുഗയാത്രയുടെ സമാപന സമ്മേളനത്തിൽ സംസാരിച്ചുകൊണ്ട് അദ്ദേഹം ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ. KSRTCയിൽ സ്ത്രീ ജനങ്ങൾക്ക് സമ്പൂർണ്ണമായും സൗജന്യ യാത്ര അനുവദിക്കും എന്ന് അദ്ദേഹം പറയുമ്പോൾ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി പരീക്ഷിച്ച് വിജയിച്ച ഒരു കാര്യം തന്നെയായിരുന്നു അത്. സർക്കാർ സർവീസ് നടത്തുന്ന പൊതുജന ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ സ്ത്രീകൾക്ക് സമ്പൂർണ്ണമായി തന്നെ യാത്ര സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് അവർ നൽകിയത് സൗജന്യ യാത്ര തന്നെയായിരുന്നു. അത് തന്നെയാണ് കേരളത്തിലെ KSRTC ബസ്സുകളിൽ തീർച്ചയായും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഏർപ്പെടുത്തും എന്ന് രാഹുൽ ഗാന്ധി തീർത്തു പറഞ്ഞത്. രണ്ടാമത് അദ്ദേഹം നൽകിയ വാഗ്ദാനം കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് 1000 രൂപ പ്രതിമാസം നൽകും എന്നുള്ളത് തന്നെയായിരുന്നു. ഏത് വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളാണെങ്കിലും അവർക്ക് അർഹിക്കുന്ന വിഭാഗത്തിൽ നിന്നുള്ള കുട്ടികൾക്ക് 1000 രൂപ വച്ച് മാസം നൽകും എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് പഠന ചിലവുകൾ നിർവഹിക്കാൻ സാധിക്കാതെ പോകുന്നവർക്ക് ചെറിയ ഒരു കൈത്താങ്ങായിരിക്കും 1000 രൂപ എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുക. മറ്റൊന്ന് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനമായിരുന്നു. പിണറായി വിജയൻ സർക്കാർ 2000 രൂപ വെച്ച് ക്ഷേമ പെൻഷൻ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് 1000 രൂപ മാത്രമാണ് കൊടുത്തിരുന്നത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുവാൻ കുറച്ച് ദിവസങ്ങൾ മാത്രമുള്ളപ്പോഴാണ് 2000 രൂപ കൊടുത്തത്. ഇത് വോട്ട് കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ്. 10 വർഷം ഭരിച്ചിട്ടും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിലാണ് പിണറായി വിജയൻ 2000 രൂപ ക്ഷേമ പെൻഷൻ അനുവദിച്ചത് എന്ന് പറയുമ്പോൾ UDF കേരളത്തിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് 3000 രൂപ വച്ച് ക്ഷേമ പെൻഷൻ കൊടുക്കും എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചത്. സ്ത്രീകൾക്ക് മാത്രമല്ല എല്ലാ വിഭാഗം ജനങ്ങൾക്കും, അതായത് ക്ഷേമ പെൻഷൻ അർഹതയുള്ള എല്ലാവർക്കും 3000 രൂപ വെച്ച് ക്ഷേമ പെൻഷൻ കൊടുക്കും എന്നാണ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചത്. മറ്റൊന്ന് അദ്ദേഹം നടത്തിയത് ഉമ്മൻചാണ്ടിയുടെ പേരിൽ കുടുംബ ഇൻഷുറൻസ് ആണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നടപ്പാക്കിയ ഈ കുടുംബ ഇൻഷുറൻസ് സൗജന്യമായി ഓരോ ആളുകൾക്കും ചികിത്സ ലഭ്യമാക്കണം എന്നുള്ളതിൻ്റെ പേരിൽ ചികിത്സ ലഭിക്കാതെ, അതായത് പണമില്ലാത്തതിൻ്റെ പേരിൽ ചികിത്സ ലഭിക്കാതെ ആരെങ്കിലും മരണപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മതിയായ ചികിത്സ ലഭിക്കാതെ ആരെങ്കിലും വലയുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നടപ്പാക്കിയ ഈ ഇൻഷുറൻസ് 25 ലക്ഷം രൂപ വെച്ച് ഓരോ കുടുംബത്തിനും നൽകും എന്നുള്ളതാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് യുവാക്കൾക്ക് 5 ലക്ഷം രൂപ വരെ പലിശരഹിതമായി വായ്പ നൽകും എന്നുള്ളതാണ്. എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി യുവാക്കൾക്ക് 5 ലക്ഷം രൂപ പലിശരഹിതമായി വായ്പ നൽകും എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് വലിയ കാര്യം തന്നെയാണ്. മറ്റൊന്ന് വയോജന കമ്മീഷനാണ്. ചികിത്സയും സുരക്ഷിതമായ പുനരധിവാസവും വയോജനങ്ങൾക്ക് ഉറപ്പാക്കുന്ന ഈ പദ്ധതികളെല്ലാം തന്നെ രാഹുൽ ഗാന്ധി കേരളത്തിന് സമർപ്പിക്കുമ്പോൾ 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ഇതെല്ലാം നടപ്പാക്കുവാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്നാണ് രാഹുൽ ഗാന്ധി തുറന്നടിച്ചത്. നരേന്ദ്രമോദി അടുത്ത ആഴ്ച തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി കേരളത്തിലേക്ക് എത്തുന്നു എന്നുള്ള സവിശേഷമായ സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ പ്രഖ്യാപനം എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയായ BJPയുടെ നേതാവായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ എത്തുമ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് എന്തൊക്കെ തരത്തിലുള്ള പ്രഖ്യാപനങ്ങളായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് ഇനിയും അറിയില്ല. എന്നാൽ അതിനു മുമ്പായി കൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ ഇത്തരം പ്രഖ്യാപനങ്ങൾ കോൺഗ്രസിന് വലിയ മൈലേജ് നൽകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാമ്പത്തിക ക്ലേശങ്ങളാൽ നട്ടം തിരിയുന്ന KSRTCയിൽ ഏത് വിധേനയായിരിക്കും രാഹുൽ ഗാന്ധി പറഞ്ഞ പദ്ധതി നടപ്പാക്കുക എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ്. ശമ്പളത്തിനും ഡീസലിനുമായി ലക്ഷക്കണക്കിന് രൂപ അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ ചിലവഴിക്കേണ്ടി വരുന്ന KSRTCയിൽ സ്ത്രീ ജനങ്ങൾക്ക് സമ്പൂർണ്ണമായും സൗജന്യ യാത്ര അനുവദിക്കും എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ അതിനുള്ള പണം എവിടെ നിന്ന് കണ്ടെത്തും എന്നുള്ളത് വലിയ ചോദ്യം തന്നെയാണ്. എന്തായാലും ഇപ്പോൾ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരിക്കുന്ന ഓരോരോ പദ്ധതികൾക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ സംസ്ഥാന സർക്കാർ കണ്ടെത്തേണ്ടതുണ്ട്. ഏതാണ്ട് 6 ലക്ഷം
കോടി രൂപയുടെ കടബാധ്യത പിണറായി വിജയൻ സർക്കാർ 10 വർഷം കൊണ്ട് കേരളത്തിന് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ കമ്മികളെല്ലാം കടന്നുപോയിക്കൊണ്ട്, അതായത് ഈ 6 ലക്ഷം കോടി രൂപയുടെ അധിക വരുമാനം എങ്ങനെ കണ്ടെത്തണം, ആ കടം എങ്ങനെ നികത്തണം എന്നുള്ളതിന് പുറമെ തന്നെയായിരിക്കും ഏത് സർക്കാർ ഇനി കേരളത്തിൽ അധികാരത്തിൽ വന്നാലും ഇപ്പോൾ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ഓഫറുകൾക്കെല്ലാം പണം കണ്ടെത്തുക എന്നുള്ളത് വലിയ ചോദ്യം തന്നെയാണ്. UDF സർക്കാർ ഭരണത്തിൽ വരികയാണെങ്കിൽ ഇതിനുള്ള പണം എങ്ങനെ കണ്ടെത്തും എന്നുള്ളതിനെ കുറിച്ചെല്ലാം സമഗ്രമായി സാമ്പത്തിക വിദഗ്ധരുമായി ആലോചിക്കേണ്ടത് തന്നെയാണ്. എന്തായാലും രാഹുൽ ഗാന്ധി ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുന്നു. നിതീഷ് കുമാർ ബീഹാറിൽ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ വെച്ച് എത്തിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ അധികാരത്തിൽ വന്നു, വീണ്ടും മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തി. നിതീഷ് എന്ന് പറഞ്ഞതുപോലെ കേരളത്തിൽ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ 5 പ്രഖ്യാപനങ്ങൾ നടപ്പാക്കും എന്നുള്ള വാഗ്ദാനം നൽകിക്കൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി ഇന്നലെ പുതുയുഗയാത്രയ്ക്ക് സമാപനം കുറിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് പ്രഖ്യാപനങ്ങൾ നടത്തിയത്. എന്തായാലും കേരളത്തിലെ സ്ത്രീജനങ്ങളടക്കം രാഹുൽ ഗാന്ധിയുടെ ഈ പ്രഖ്യാപനം മുഖവിലയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ UDFന് അധികാരത്തിൽ വരാൻ സാധിക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. 100 സീറ്റിലധികം പിടിച്ചുകൊണ്ട് കേരളത്തിൽ UDF അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനും പുതുയുഗയാത്രയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിച്ചത്. എന്തായിരിക്കും ഇനി ഈ വിഷയത്തിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനങ്ങൾ മനസ്സാ സ്വീകരിച്ചുകൊണ്ട് UDFന് അധികാരത്തിൽ വരുത്തുവാൻ വേണ്ടി കേരളത്തിലെ സ്ത്രീജനങ്ങൾ മുന്നോട്ട് വരുമോ, കേരളത്തിൽ വീണ്ടും UDF അധികാരത്തിൽ വരുമോ, അതോ മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന LDF സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിൽ വരുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.